സുചേട്ടൻ മരിച്ചെന്ന് പോലും പറയാൻ എനിക്ക് പറ്റത്തില്ല. കേട്ടിട്ടുണ്ട്, കുറേ കേട്ടിട്ടുണ്ട്. ഞാൻ ഇനിയും പറയും. ആള് മരിച്ചേ പിന്നെ ഒരുപാട് സൈബർ ബുള്ളിങ് ഒത്തിരി ഏറ്റ ഒരു വ്യക്തിയാണ് ഞാൻ. ദിവസം തന്നെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് നമ്മുടെ 5-6 ദിവസം കഴിഞ്ഞ് പറഞ്ഞാൽ അത് വേറെ തരത്തിലാവും. അങ്ങനല്ല, അതല്ല ഏട്ടാ, നമ്മുടെ സ്വഭാവം ഇവരായിട്ട് വഴക്ക് വല്ലതും പിടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ വരട്ടെ, എനിക്ക് അപ്പോഴേ സംശയം തോന്നി. അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല. ഇതൊന്നും വഴക്കൊന്നും പിടിക്കാതെ അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ പറയും. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഏട്ടാ, എന്റെ മനസ്സിൽ നല്ല മുറിവാണ്. നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. എന്ത് പരിഹാരം? കാണിച്ചിട്ട് പരിഹാരം. പക്ഷെ ആ മുറിവിൽ വീണ്ടും ആരോ കുറച്ച് എന്തോ തേച്ച പോലെ ഉണ്ടല്ലോ. സുഗുണം പോകരുത്. ഇനി നീ എങ്ങാനും ആരോ രേണുവിന്റെ അടുത്ത് പറഞ്ഞല്ലോ ഒരു തരത്തിലും ഇത് ചെയ്യലെന്ന്. എന്തോ വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. തൊട്ടടുത്തുള്ള ഒരാളാണ്. നോട്ടെ, എണീക്കോ KB. ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലടാ, ഞാൻ പറഞ്ഞിരിക്കുന്നത് രേണുവിന് എന്താണോ ഹൃദയത്തിൽ തോന്നുന്നു അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ക്ഷമിക്കരുതെന്നല്ലേ? അങ്ങനല്ലേ? ഒരിക്കലും ക്ഷമിക്കരുതെന്നല്ലേ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. പറഞ്ഞു. രേണുവിന് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ക്ഷമിക്കാം. അതായത് ഞാനാണെങ്കിൽ ക്ഷമിക്കില്ല. അത് ഞാൻ ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രശ്നം. അതെ, ക്ഷമിക്കില്ല. പക്ഷെ അത് വേറൊരാളല്ലേ. ഉരുളൊന്നും വേണ്ട ഇക്കാര്യമേ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ലാലേട്ടാ, ഈ വേദിയിൽ ഞാൻ പറയുന്നു, ക്ഷമിച്ചു. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ ധൂമകേതു ഒഴിഞ്ഞു പോയി. അതിന് കാരണക്കാരനായ രമേശൻ നായരെ അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല.